എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ അമ്മയോട് ഞാനൊരായിരം നന്ദി പറയുകയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവിലൂടെ അമ്മ വീണ്ടും വീണ്ടുമാണ് ലോട്ടറി അടിപ്പിക്കുന്നത്. അതായത് 9ാമത്തെ തവണയാണ് 1 കോടി രൂപ ലോട്ടറി അടിക്കുന്നത്. 9ാമത്തെ തവണ 9 പേർക്ക് 1 കോടി രൂപ അമ്മ ലോട്ടറി അടിപ്പിച്ചതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. കാരണം അവരത്രയും ലൈവിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അമ്മ മാതാവിൻ്റെ ആ ഇടപെടലുണ്ടായത്. 9 പ്രാവശ്യം അമ്മ മാതാവ് ഇങ്ങനെ എല്ലാവരുടെയും കാര്യത്തിൽ ലൈവിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയും നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. അമ്മ ഒരുപാട് അത്ഭുതങ്ങൾ ലൈവിലൂടെ അമ്മ മാതാവ് നടത്തുന്നുണ്ട്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. അമ്മ മാതാവിനോട് നേരിട്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് അത്ഭുതങ്ങൾ നടക്കുന്നത്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ എല്ലാവരുടെയും കാര്യത്തിലുണ്ടാവും. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളും ലൈവിൽ പങ്കുചേരുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ലൈവിൽ നിങ്ങൾ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പങ്കുചേരുക. തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടലുണ്ടാവും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ദിവസത്തെ ലൈവിലും നിങ്ങൾ പങ്കെടുത്തിരിക്കണം. അപ്പോൾ മാതാവിൻ്റെ ഇടപെടലുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എന്ത് പ്രശ്നമായിക്കോട്ടെ, നിങ്ങളുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ, ആ പ്രശ്നമെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടലിലൂടെ മാറുന്നതാണ്. അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. ഈ ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ അതീവ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പങ്കുചേരുക. ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടുകൂടെ പങ്കുചേരുന്ന സമയത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ അമ്മ മാതാവിനോട് ഇന്നത്തെ ലൈവിൽ നിങ്ങൾ നേരിട്ട് നിങ്ങൾ സമർപ്പിക്കുക. അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ട് അമ്മ മാതാവിനോട് നിങ്ങൾ ലൈവിൽ സമർപ്പിക്കുക. അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ്, ഈ മക്കളെല്ലാവരും തന്നെ ലൈവിൽ ജോയിൻ ചെയ്യാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. എപ്പോഴും അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മക്കളായി മാറണമേ അമ്മ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും അമ്മയോട് ചേർത്ത് നിർത്തുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. ഇവരുടെ ജീവിതത്തിലും അമ്മ ഒരുപാട് മാറ്റങ്ങൾ നടത്തുവാനായിട്ട് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. അമ്മ തീർച്ചയായിട്ടും ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനോർത്ത് ഇവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ്. അമ്മ മാതാവ് ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്. അതായത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വ്യക്തികളും ദയവ് ചെയ്ത് നിങ്ങൾ ലൈവിൽ പങ്കുചേർന്നിരിക്കണം. ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ പങ്കുചേർന്നിരിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ മാതാവിന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിത രീതികളെല്ലാം മാറുവാനായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറുവാനായിട്ടുണ്ട്. അമ്മയ്ക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അമ്മ മാതാവ് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിലൂടെ ഞാൻ സമർപ്പിക്കാൻ പോകുന്ന എല്ലാ മക്കളെയും, അമ്മ മാതാവ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അമ്മയുടെ ഇടപെടൽ മൂലം അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറ്റുവാനും അതുപോലെ തന്നെ അവരെ ലൈവിൽ പങ്കെടുപ്പിക്കുവാനും അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ. അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട് എങ്കിൽ അമ്മ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ടിടുകയും അതുപോലെ തന്നെ നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യണം. ചാനലിൽ കയറി ജോയിൻ ചെയ്ത് നിങ്ങൾ ലൈവിൽ പങ്കെടുക്കുകയും ചെയ്ത് ലൈവിൽ നിങ്ങൾ നേരിട്ട് പറയുകയും കൂടെ ചെയ്യണം. അമ്മേ മാതാവേ, ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ അമ്മ വിടുവിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അമ്മേ മാതാവേ, ആ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മയുടെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ ആ വ്യക്തികളെല്ലാം ജോയിൻ ചെയ്ത് ലൈവിൽ പങ്കെടുപ്പിക്കാൻ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ കടബാധ്യതയൊക്കെ മാറുവാനായിട്ടും അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും സാമ്പത്തികപരമായ ഉയർച്ചയിലൂടെ മുന്നോട്ട് പോകാനും അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ ബിസിനസ്സിലെല്ലാം അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവേ. അമ്മ മാതാവ് ഇവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവേ, അമ്മ എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ മുഴുവനും ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ വൈകിട്ട് 7:30-ക്കുള്ള ലൈവിൽ നിങ്ങൾ പങ്കുചേർന്നിരിക്കണം. തീർച്ചയായിട്ടും മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് എത്ര സമയത്താണെന്നുള്ളത്. അമ്മ മാതാവ് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ
രോഗാവസ്ഥയിൽ കഴിയുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവരുടെ രോഗാവസ്ഥയിൽ മാറിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടു കൂടെ അമ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് അമ്മേ മാതാവ് ഇടയാക്കണമേ. അമ്മേ മാതാവ്, അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട്. അമ്മയുടെ ഇടപെടൽ എല്ലാവരുടെയും കാര്യത്തിലുണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട്, ഒരാളെപ്പോലും ഒഴിവാക്കുന്നില്ല. അമ്മേ മാതാവേ, അതുപോലെ തന്നെ അമ്മേ മാതാവേ, രോഗിയായിട്ടുള്ളവരെയും അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവരെ അമ്മ മാതാവേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അമ്മയുടെ മുന്നിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അവരുടെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട് എങ്കിൽ അമ്മേ മാതാവ് അവർക്ക് മക്കളുണ്ടാകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അമ്മ മാതാവ് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ജോലിയില്ലാത്തവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അമ്മയുടെ അനുഗ്രഹത്താൽ അവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ, എക്സാം എഴുതുവാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരെല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവരുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ ശമ്പളം വർദ്ധിച്ച് കിട്ടുവാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അവർക്ക് ശമ്പളം വർദ്ധിച്ച് ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അമ്മ എല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അമ്മ മാതാവ് ഇവരെല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ അമ്മേ മാതാവേ, മറ്റ് സ്ഥലങ്ങളിൽ പെട്ടുപോയ ആൾക്കാരുണ്ടെങ്കിൽ അവരെല്ലാം അമ്മ മാതാവ് രക്ഷിച്ചുകൊണ്ട് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, കിടപ്പ് രോഗികളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അതുപോലെ തന്നെ അമ്മേ മാതാവേ, എല്ലാവരെയും സമർപ്പിക്കുന്ന പോലെ തന്നെ കുടുംബത്തിലുള്ള ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെയും കുടുംബത്തിലുള്ള അംഗങ്ങളെ ഞാൻ അമ്മയുടെ പക്കലേക്ക് സമർപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ആ കുടുംബത്തിൽ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ അവർ മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അമ്മ മാതാവ് എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, അമ്മ എല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, അമ്മ എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട്. അമ്മ എല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ട്, ഒരാളെ പോലും ഒഴിവാക്കുന്നില്ല. എല്ലാവരുടെയും കാര്യത്തിൽ ഇടപെടുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും മക്കളുടെ കുടുംബങ്ങളിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവേ, അതൊക്കെ മാറിപ്പോയിക്കൊണ്ട് മാതാവിനോട് ചേർന്ന് ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഇവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, അമ്മ ഈ മക്കളെല്ലാവരും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മേ മാതാവേ, അതുപോലെ തന്നെ നിങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്ത് ലൈവിൽ ഇന്ന് വൈകിട്ട് 7:30 ലൈവിൽ നിങ്ങൾ പങ്കെടുക്കുക. നിങ്ങളുടെ ആവശ്യങ്ങൾ അമ്മ മാതാവിനോട് നിങ്ങൾ നേരിട്ട് സമർപ്പിക്കുക. എന്ത് പ്രശ്നമാണെങ്കിലും അമ്മ മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നതാണ്. എന്ത് പ്രശ്നമായിക്കോട്ടെ, ആ പ്രശ്നങ്ങളെല്ലാം മാറുന്നതിനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാകുന്നതാണ്. അമ്മ മാതാവ് എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു. അമ്മയോട് 1000 നന്ദി പറയുകയാണ്.